അടുത്തതായി യോഹന്നാൻ കാണുന്ന ദർശനം ദൈവക്രോധത്തിന്റെ അന്ത്യത്തിലുള്ള 7 ബാധ ഭൂമിയിൽ ചൊരിയുന്നതിനെ കുറിച്ചാണ്. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാർ തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നാം മൃഗമായ എതിർക്രിസ്തുവിനോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ച് ദൈവത്തിൻ്റെ വീണകൾ പിടിച്ച് ആ കടലിനരികെ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. ഇവർ മഹാപീഡന കാലത്ത് എതിർക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് ജയിച്ചവരാണ്. ശുദ്ധവും ശുഭ്രവുമായ ക്ഷണവസ്ത്രം ധരിച്ച ഈ ദൂതന്മാർ പഴയ നിയമ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ മോശയുടെ പാട്ടും പുതിയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിൻ്റെ പാട്ടും പാടി. ഇവരുടെ കൈകളിൽ 7 ബാധയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇവർ ന്യായവിധിക്കായി നിയമിക്കപ്പെട്ടവരാണെന്ന് വ്യക്തം. അപ്പോൾ ദൈവസിംഹാസനത്തിന് മുമ്പിലുള്ള 4 ജീവികളിൽ ഒന്ന് ക്രോധകലശം നിറഞ്ഞ പൊൻകലശങ്ങൾ ഈ ദൂതന്മാർക്ക് കൊടുക്കുന്നു. ഇനിയും വരുവാനിരിക്കുന്ന ദൈവിക ന്യായവിധികൾ അടങ്ങിയവയാണ് ഈ ക്രോധകലശങ്ങൾ. ഈ കൈമാറൽ നടക്കുമ്പോൾ ആർക്കും കയറാൻ പറ്റാതെ വണ്ണം ദേവാലയം പുകകൊണ്ട് നിറഞ്ഞു. ദൈവിക ന്യായവിധിക്കായി ഒരുങ്ങി നിൽക്കുന്ന 7 ബാധയുള്ള 7 ദൂതന്മാരോട് കൈവശമുള്ള ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ചു കളവാൻ ദേവാലയത്തിൽ നിന്നും മഹാശബ്ദമുണ്ടായി. ഒന്നാമത്തവൻ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ പ്രതിമയെ നമസ്കരിച്ചവർക്കും മുദ്രയുള്ളവർക്കും എല്ലാവർക്കും ദുർവ്രണമുണ്ടായി. രണ്ടാമത്തവൻ കലശം സമുദ്രത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയി തീർന്നിട്ട് ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചപ്പോൾ അത് രക്തമായി തീർന്നു. നാലാമത്തവൻ ക്രോധകലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചിട്ട് മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അഞ്ചാമത്തവൻ കലശം മൃഗത്തിന്മേലും സിംഹാസനത്തിന്മേലും ഒഴിച്ചു. അപ്പോൾ അവൻ്റെ രാജ്യം ഇരുണ്ടുപോയി. മൃഗമെന്നാൽ എതിർക്രിസ്തു അവൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചപ്പോൾ അവൻ്റെ രാജ്യം ഇരുണ്ടുപോയി. ആറാമത്തെ ദൂതൻ കയ്യിലുള്ള കലശം യുഫ്രാത്തോസ് എന്ന നദിയിൽ ഒഴിച്ചപ്പോൾ ആ നദി വറ്റിപ്പോകാനിടയായി. ഈ സമയം എതിർക്രിസ്തു മഹാസർപ്പവും കള്ളപ്രവാചകനും അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന 3 അശുദ്ധാത്മാക്കളും ഭൂതലത്തിലുള്ള രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുവാൻ ഹെർമഗദോൻ എന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടും. ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്നും സിംഹാസനത്തിൽ വന്നിട്ട് മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. സകല ദ്വീപും ഓടിപ്പോയി. വലിയ കന്മഴ ആകാശത്തു നിന്നും മനുഷ്യരുടെ മേൽ പെയ്തു. പിന്നീടുള്ള 17-18 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് മഹദിയാം ബാബിലോണിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. മഹദിയാം ബാബിലോൺ എന്നാൽ സാത്താൻ്റെ അധീനതയിലുള്ളതും രാഷ്ട്രീയവും മതപരവും വാണിജ്യപരവുമായ ദുഷ്ടതയുടെ ബഹിർപ്രകടനമായ സർവ്വലൗകിക വ്യവസ്ഥിതിയുടെ പ്രതീകമാണ്. വ്യാജമതം, ആഭിചാരം, ക്ഷുദ്രം, ജ്യോതിഷം, ദൈവത്തിനെതിരായ മത്സരം ഇവയുടെ ആകെത്തുകയാണ് മഹദിയാം ബാബിലോൺ. ഈ മഹദിയാം ബാബിലോൺ ഒരു മഹാവേശ്യയോട് ഉപമിച്ചിരിക്കുന്നു. യോഹന്നാനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താൻ കാണുന്നത് 7 തലയും 10 കൊമ്പുമുള്ള ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീയെയാണ്. ആ സ്ത്രീ ചുവപ്പ് വസ്ത്രം ധരിച്ച് തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മഹദിയാം ബാബിലോൺ വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ സ്ത്രീ ഇരിക്കുന്ന 7 മലകൾ എന്നാൽ എതിർക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തെ 7 പ്രവിശ്യകളായി തിരിച്ച് അധികാരം പങ്കിടുന്നതിനെ കാണിക്കുന്നു. മഹാവേശ്യ ഈ മഹദിയാം ബാബിലോണിനെ ഈ മൃഗം ശൂന്യവും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്നുകളഞ്ഞ് അവളെ തീ കൊണ്ട് നശിപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് അധികാരമുള്ളൊരു ദൂതൻ ഇറങ്ങി വിളിച്ചു പറയുന്നുണ്ടപ്പോൾ മഹദിയാം ബാബിലോൺ വീണുപോയി. ഉള്ളത് മുന്നറിയിപ്പാണ്. മഹദിയാം ബാബിലോണിൽ നിന്ന് പുറത്തു വരുവാൻ ആ ദൂതൻ അവരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ബാബിലോണിൻ്റെ ന്യായവിധിയാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് പീഡയും ദുഃഖവും ഉണ്ടാകും. അവളോട് വേശ്യാസംഗം ചെയ്ത ഭൂരാജാക്കന്മാർ ദൂരത്ത് നിന്ന് അവളെ ചൊല്ലി കരഞ്ഞ് മാറത്തടിക്കും. ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ വാണിജ്യ വ്യാപാര സാധനങ്ങളൊന്നും വാങ്ങായികയാൽ അവളെ ചൊല്ലിക്കരയും. അവളുടെ വ്യാപാരം കൊണ്ട് സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്നു. ഈ ന്യായവിധി നടക്കുന്നതെല്ലാം 1 മണിക്കൂർ കൊണ്ടാണ്. ഈ ന്യായവിധി കണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും അടങ്ങുന്ന സ്വർഗം സന്തോഷിച്ച് ആനന്ദിക്കും. പിന്നെ ഒരു ദൂതൻ തിരിക്കല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു കളയുന്നതോടെ ബാബിലോൺ എന്ന മഹാനഗരം ലോകത്ത് നിന്നും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും.